അപ്പോൾ ഓക്കെ, നമ്മൾ സബ്ജക്റ്റോട് കിടക്കുകയാണ്. അപ്പോൾ KVL അല്ലെങ്കിൽ KCL, ക്രിച്ചോസ് വോൾട്ടേജിലോ ക്രിച്ചോസ് കറണ്ടിലോ, ഇത് രണ്ടും നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് എന്തിനാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് ചോദിച്ചാൽ, തന്നിരിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക് സർക്യൂട്ടിനെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി ആ തന്നിരിക്കുന്ന സർക്യൂട്ട് നമ്മൾ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആക്കി മാറ്റണം. ആ ഇക്വേഷൻ നമ്മൾ പിന്നെ സോൾവ് ചെയ്യും. അപ്പോൾ ഇതിന് ആ ഇക്വേഷൻ ആക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് നിയമങ്ങളാണ് ക്രിച്ചോസ് കറണ്ട് ലോയും ക്രിച്ചോസ് വോൾട്ടേജ് ലോയും. സോ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ക്രിച്ചോസ് വോൾട്ടേജ് ലോ. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ്, ആ സ്റ്റെപ്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് തന്നിരിക്കുന്ന നെറ്റ്വർക്കിനെ നമ്മൾ മാത്തമാറ്റിക്കൽ ഇക്വേഷനാക്കി മാറ്റുന്നത്, ആ ഇക്വേഷനെ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ പഠിപ്പിക്കാൻ പോകുന്ന മെത്തേഡ് ക്രാമേഴ്സ് റൂളാണ്. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, KVLലോട്ട് കിടക്കാം. KVLന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, എങ്ങനെയാണ് KVL അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു നെറ്റ്വർക്ക് ഞാൻ തന്നിട്ടുണ്ട്. ആ നെറ്റ്വർക്കിൽ KVL അപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്സും ഞാൻ എഴുതിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ ഈ സ്റ്റെപ്പ് നമ്മൾ ഓരോന്നായിട്ട് അനലൈസ് ചെയ്ത് അത് ഫോളോ ചെയ്തതാണ്. സോ ആദ്യം നമ്മൾ തന്നിരിക്കുന്ന നെറ്റ്വർക്കിൽ കറണ്ട് ഡയറക്ഷൻസ് അസ്യൂം ചെയ്യാം. സോ കറണ്ട് ഡയറക്ഷൻ അസ്യൂം ചെയ്യാനായിട്ട് 3 ലൂപ്പുണ്ട്. ഈ ഒരു നെറ്റ്വർക്കിൽ 3 ലൂപ്പുണ്ട്. സോ ലൂപ്പ് 1, ലൂപ്പ് 2 ആൻഡ് ലൂപ്പ് 3. ഈ ലൂപ്പ് 1ൽ കറണ്ട് ഡയറക്ഷൻ നിങ്ങൾക്ക് ക്ലോക്ക് വൈസ് ആയിട്ടോ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടോ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. സോ ഫസ്റ്റ് ലൂപ്പിൽ ഞാൻ ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ ഞാൻ അസ്യൂംഷൻ എടുക്കുന്ന മുന്നേ ആ ലൂപ്പിൽ ഒരു വോൾട്ടേജ് സോഴ്സോ അല്ലെങ്കിൽ കറണ്ട് സോഴ്സോ എന്തെങ്കിലും സോഴ്സ് ഉണ്ടെങ്കിൽ ആ സോഴ്സിന്റെ പൊളാരിറ്റി വെച്ച് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ കിട്ടുന്ന ഉത്തരത്തിന് പോസിറ്റീവ് നെഗറ്റീവ് മാർക്ക് പോസിറ്റീവ് തന്നെ കിട്ടും. ആ ഒരു ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എന്ത് കിട്ടുക, നെഗറ്റീവ് ആയിരിക്കും കിട്ടുക. സോ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന ഡയറക്ഷനിൽ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ കറണ്ട് എപ്പോഴും ഫ്ലോ ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലായിരിക്കും. സോ ഇവിടെ ഞാൻ കറണ്ട് ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആയിട്ട് അസ്യൂം ചെയ്തു. എന്നിട്ട് ആ കറണ്ട് I1 എന്ന് റിപ്രസെന്റ് ചെയ്തു. ഇത് ക്ലോക്ക് വൈസ് ആയിട്ട് അസ്യൂം ചെയ്യാൻ നിർബന്ധമില്ല, ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് കുഴപ്പമില്ല. രണ്ടാമത്തെ മെഷില് ഒരു ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് എന്തില്ല, വോൾട്ടേജ് സോഴ്സസോ അല്ലെങ്കിൽ കറണ്ട് സോഴ്സോ ഒന്നുമില്ല. സോ യു ക്യാൻ ആർബിട്രറി അസ്യൂം, അതായത് ഒന്നുകിൽ ക്ലോക്ക് വൈസ് ആയിട്ടോ അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് അസ്യൂം ചെയ്ത് ഞാൻ അഗൈൻ എന്ത് ചെയ്തു, ക്ലോക്ക് വൈസ് ആയിട്ട് തന്നെ അസ്യൂം ചെയ്തു. മൂന്നാമത്തെ ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ ലൂപ്പിൽ ഒരു വോൾട്ടേജ് സോഴ്സ് ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് കണ്ടീഷൻ അപ്ലൈ ചെയ്തു അതേ കണ്ടീഷൻ അവിടെ അപ്ലൈ ചെയ്തു. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ്. സോ ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഞാൻ കറണ്ട് അസ്യൂം ചെയ്തു. തേർഡ് ലൂപ്പിലെ കറണ്ട് ആയിട്ട് I3 അസ്യൂം ചെയ്തു. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തത് ഈ ഓരോ ലൂപ്പും പ്രത്യേകം എടുത്ത് ആ ഓരോ ലൂപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, ക്രിച്ചോസ് വോൾട്ടേജ് ലോ ആ നിയമം നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഒബ്റ്റെയിൻ ചെയ്തു. അപ്പൊ രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റെപ്പ് ഞാൻ ഒരുമിച്ച് അപ്ലൈ ചെയ്യാൻ അത് എഴുതാൻ വേണ്ടി പോവാം. സോ ഫസ്റ്റ് മെഷ് 1 എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലൂപ്പ് 1 എടുത്താലും കുഴപ്പമില്ല. മെഷ് 1 എടുത്തു കഴിഞ്ഞാൽ അത് മാത്രം എടുത്ത് നിങ്ങൾ വരയ്ക്കുക. അത് മാത്രം എടുത്ത് വരച്ചു കഴിഞ്ഞാൽ ആ മെഷ് ഒരു വോൾട്ടേജ് സോഴ്സും ഒരു റെസിസ്റ്റൻസ്, 4 ഓം റെസിസ്റ്റൻസ്, 2 ഓം റെസിസ്റ്റൻസ്, ഇങ്ങനെയായിരിക്കും ലൂപ്പ് കിട്ടുക. ഇത് 50 വോൾട്ടിന്റെ വോൾട്ടേജ് സോഴ്സാ, 4 ഓം ഉണ്ട്, 2 ഓം ഉണ്ട്. ബാക്കി അതിന് വരച്ച കറണ്ട്സും കൂടെ വരയ്ക്കാം. I1. ഇവിടെ ഒരു കോമൺ ബ്രാഞ്ച് ഉണ്ട് 2 ഓമിൽ. കോമൺ ബ്രാഞ്ച് എന്ന് വെച്ചാൽ അത് രണ്ട് ലൂപ്പിനും ഒരുമിച്ച് ഷെയർ ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ആയതുകൊണ്ടാണ് കോമൺ ബ്രാഞ്ച് എന്ന് പറയുന്നത്. സോ ഈ 2 ഓം റെസിസ്റ്റൻസിൽ കൂടെ I1 എന്ന കറണ്ട് മാത്രമല്ല I2 എന്ന കറണ്ട് കൂടെ ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് ഈ നെറ്റ്വർക്ക് ലൂപ്പ് മാത്രം വരച്ചാലും ആ രണ്ടാമത്തെ മെഷിലെ കറണ്ട് 2 ഓം കൂടെ കടന്നുകൊണ്ട് ഞാൻ അതും കൂടെ റിപ്രസെന്റ് ചെയ്യാം. അപ്പൊ I2 ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത് റിപ്രസെന്റ് ചെയ്യാം. അതായത് I2 ഈ ബ്രാഞ്ചിൽ താഴേക്ക് മുകളിലോട്ട് ഫ്ലോ ചെയ്യണം, മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്യാം, കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് കറണ്ട് ഇവിടുന്ന് മുകളിലോട്ട് I2 ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്ലോ ചെയ്യണമെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ ലൂപ്പ് 1ന്റെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ക്രിച്ചോസ് വോൾട്ടേജ് ലോയുടെ നിയമം എന്ന് പറയുന്നത്, the algebraic sum of the voltage sources in a closed loop circuit must be equal to the algebraic sum of the voltage drop. ഇപ്പൊ വോൾട്ടേജ് ഡ്രോപ്പ് സംഭവിക്കുന്നത് റെസിസ്റ്റൻസിൽ, വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ 50 വോൾട്ട് ആണ്. സോ the algebraic sum of the voltage source is 50 വോൾട്ട്, അല്ലാതെ വേറെ ഒന്നും ഇല്ല. ഈക്വൽ ടു the algebraic sum of the voltage drop എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കറണ്ട് ഈ റെസിസ്റ്റൻസിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ, ഒരു റെസിസ്റ്റൻസ് വഴി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് R അറിയാമെങ്കിൽ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് B കണ്ടുപിടിക്കാൻ B is equal to ഓംസ് ലോ അപ്ലൈ ചെയ്യും I into R. സോ 50 is equal to ആദ്യം ഈ റെസിസ്റ്റൻസ് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ്, ഇതിലൂടെ പോകുന്ന കറണ്ട് ഏതാ, ഈ I1 ഇതിൽ ഫ്ലോ ചെയ്യുന്നു. അപ്പൊ I1 മാത്രമേ ഉള്ളൂ. 4 into I1 ആണ് ഈ റെസിസ്റ്റൻസ് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് പ്ലസ് ആൽജിബ്രിക് സം പ്ലസ് 2 into ഈ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാൻ
ഈ 2 ഓം ഇൻറ്റു ഇതിലൂടെ പോകുന്ന കറണ്ട്. ഇതുവഴി 2 കറണ്ട് പോകുന്നുണ്ട്. ഒന്ന് I1 പോകുന്നുണ്ട്, I2 പോകുന്നുണ്ട്. ഇവിടെ റിസൾട്ടന്റ് വേണം എടുക്കാൻ. അതായത് I1ഉം I2ഉം ഒരേ ദിശയിലാണ് ഇതുവഴി കടന്നു പോകണമെങ്കിൽ അത് സം എടുക്കുക. I1 I2 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡിഫറൻസ് എടുക്കുക. ഇവിടെ I1 താഴോട്ടും I2 മുകളിലോട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഇതിൽ കൂടെ പോകുന്ന കറണ്ട് റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഡിഫറൻസ് ആയിരിക്കും. സോ ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് I1 മൈനസ് I2 എടുക്കാം, I2 മൈനസ് I1 എടുക്കാം. ഇതിൽ ഏതായിരിക്കും എടുക്കുക? ആദ്യത്തെ ലൂപ്പ് ആയതുകൊണ്ട് ആ ലൂപ്പിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക? I1 നിങ്ങൾ ആദ്യം എഴുതുക. സോ I1 മൈനസ് I2 എന്ന് വരും. ഇതാണ് ഫസ്റ്റ് മെഷിന്റെ ഇക്വേഷൻ. ഇതുപോലെയാണ് സെക്കൻഡ് മെഷിന്റെ ഇക്വേഷൻ എഴുതണം. അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതേണ്ടതാണ്. മൂന്നാമത്തെ മെഷിന്റെ ഇക്വേഷൻ എന്ത് ചെയ്യാം? ഞാൻ എഴുതിത്തരാം. അല്ലെങ്കിൽ ഞാൻ സെക്കൻഡ് തേർഡ് ഫസ്റ്റ് ടൈം എഴുതിത്തരാം. സോ മെഷ് 2 രണ്ടാമത്തെ മെഷ് എടുക്കുമ്പോഴത്തേക്ക് ആ രണ്ടാമത്തെ മെഷിൽ വോൾട്ടേജ് സോഴ്സ് ആ മെഷീനുകൾ മാത്രം എടുത്ത് വരയ്ക്കുക. പഠിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആ മെഷ് എടുത്ത് വരയ്ക്കുന്നത്. ആ മെഷ് എടുത്ത് വരയ്ക്കുമ്പോൾ ഒരു 3 റെസിസ്റ്റൻസ് ഉള്ള ലൂപ്പ് മാത്രമാണ്. സോ ഇവിടെ 2 ഓം, ഇവിടെയും 2 ഓം, ഇവിടെ 1 ഓം. ഓക്കെ. സോ രണ്ടാമത്തെ മെഷിന്റെ കറന്റ് ഞാൻ I2 റിപ്രസെന്റ് ചെയ്തു. ഈ 2 ഓം അപ്പുറത്തും ഇപ്പുറത്തും ബ്രാഞ്ച് കോമൺ ബ്രാഞ്ചസ് ആണ്. ഈ ബ്രാഞ്ച് ഇപ്പുറത്തേക്ക് I1 എന്ന കറന്റ് കൂടെ കടന്നു പോകുന്നതുകൊണ്ട് ഇതുവഴി ഞാൻ I1 മാർക്ക് ചെയ്തു. അപ്പുറത്തെ ബ്രാഞ്ചിന് 2 ഓം കൂടെ I3 ഫ്ലോ ചെയ്യുന്നുണ്ട്, അവിടെ I3 എന്ന കറന്റ് ഞാൻ മാർക്ക് ചെയ്തു. ഇത്രയുള്ളൂ ഇതിൽ ചെയ്യാനായിട്ട്. ഇനി KVL അപ്ലൈ ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് അപ്ലൈ KVL, obtain the mathematical equation for each loop. സോ ഇവിടെ KVL അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആൽജിബ്രിക് സം ഓഫ് വോൾട്ടേജ് സോഴ്സസ് പറയാൻ ഒന്നുമില്ല, അപ്പൊ 0. ആൽജിബ്രിക് സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 3 റെസിസ്റ്റൻസ് ഡ്രോപ്പ് എടുക്കുക. സോ ആദ്യം ഈ 2 ഓം റെസിസ്റ്റൻസ് ഡ്രോപ്പ് എടുക്കുക. ഈ 2 ഓം ഡ്രോപ്പ് എടുക്കുമ്പോൾ 2 ഓം ഇൻറ്റു അതൊരു പോണ കറണ്ട് ഏതൊക്കെയാ? I1 I2 പോകുന്നുണ്ട്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഡിഫറൻസ് എടുക്കുക. എന്താണ് ഡിഫറൻസ് എടുക്കുക? രണ്ടാമത്തെ ലൂപ്പ് ആയതുകൊണ്ട് രണ്ടാമത്തെ കറണ്ട് വേണം ആദ്യം എഴുതാൻ. സോ I2 മൈനസ് I1 പ്ലസ് ഈ റെസിസ്റ്റൻസിന്റെ ക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ്. അപ്പൊ 1 ഇൻറ്റു അതുവഴി പോകുന്ന കറണ്ട് എന്തേ ഉള്ളൂ? I2 മാത്രമേ ഉള്ളൂ. പ്ലസ് മൂന്നാമത്തെ റെസിസ്റ്റൻസിലെ ഡ്രോപ്പ് 2 ഇൻറ്റു I2 മൈനസ് I3. കാരണം ക്ഷമിക്കണം, I2 പ്ലസ് I3. കാരണം I2 I3 ഒരേ ഡയറക്ഷൻ. I2 താഴോട്ടാണ്, I3 താഴോട്ടാണ്. രണ്ടിന്റെ റിസൾട്ട് എന്തായിരിക്കും? സം ആയിരിക്കും. സോ I2 പ്ലസ് I3 എഴുതുമ്പോൾ ടോട്ടൽ കറന്റ് ത്രൂ ദാറ്റ് 2 ഓം റെസിസ്റ്റൻസ് കിട്ടും. ഇനി ഇതായിരിക്കും സെക്കൻഡ് ലൂപ്പിന്റെ ഇക്വേഷൻ. അടുത്ത എന്ത് ചെയ്യാം? മൂന്നാമത്തെ ലൂപ്പിന്റെ ഇക്വേഷൻ എഴുതാം. മെഷ് 3. മൂന്നാമത്തെ മെഷിന്റെ ഇക്വേഷൻ എഴുതുമ്പോഴത്തേക്ക് അതിനെ ഞാൻ പ്രത്യേകം എടുത്ത് എഴുതാം. നെറ്റ്വർക്ക് പ്രത്യേകം എടുത്ത് വരയ്ക്കുക. ഇത് 2 ഓം, 1 ഓം, I3, ഇതുവഴി I2. ഓക്കെ. മൂന്നാമത്തെ ലൂപ്പ് എടുത്ത് വരച്ചു. ആ മൂന്നാമത്തെ ലൂപ്പിലുള്ള എലമെന്റ്സ് എല്ലാം റിപ്രസെന്റ് ചെയ്തു. അതൊരു പോണ കറണ്ട് റിപ്രസെന്റ് ചെയ്തു. ഈ 2 ഓം കോമൺ ബ്രാഞ്ച് ആയതുകൊണ്ട് തൊട്ട് ഇപ്പുറത്തെ ലൂപ്പിലെ കറണ്ടും കൂടെ കടന്നു പോകുന്നതായിട്ട് നമ്മൾ എന്ത് ചെയ്തോടെ റിപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? അപ്ലൈ KVL അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് the sum of the algebraic sum of the voltage sources, അവിടെ ഒറ്റ വോൾട്ടേജ് സോഴ്സ് ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? 20 വോൾട്ട് ഈക്വൽ ടു the algebraic sum of the voltage drop. എവിടെയൊക്കെ റെസിസ്റ്റൻസ് ഉണ്ടോ അവിടെയൊക്കെ വോൾട്ടേജ് ഡ്രോപ്പ്. സോ ആദ്യം 1 ഓമിലെ വോൾട്ടേജ് ഡ്രോപ്പ് 1 ഓം ഇൻറ്റു I3 ആണ് അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് പ്ലസ് 2 ഓമിലെ വോൾട്ടേജ് ഡ്രോപ്പ് 2 ഇൻറ്റു ഇതുവഴി പോകുന്ന കറണ്ട് I2 I3 ഡ്രോ ചെയ്യുന്നുണ്ട്. അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണോ സെയിം ഡയറക്ഷൻ ആണോ? ഈ 2 ഓമിൽ കൂടെ 2 ഒരേ ഡയറക്ഷൻ താഴോട്ടാണ് പോണേ. അപ്പൊ സം ചെയ്യാം. അത് I2 പ്ലസ് I3 എടുത്താലും I2 പ്ലസ് I3 പ്ലസ് I2 എടുത്താലും സെയിം ആണ്. ഇങ്ങനെയാണ് 3 ഇക്വേഷൻസ് നമുക്ക് ഇത് കിട്ടുന്നത്. ഓക്കെ. ഈ 3 ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യാം? സോൾവ് ചെയ്യും. സോൾവ് ചെയ്യാനായിട്ട് 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. അതല്ല എഴുതിയാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ക്രാമേഴ്സ് റൂൾ. ഓക്കെ. ഇനി ക്രാമേഴ്സ് റൂൾസ് അല്ലാതെ സാധാരണ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. പക്ഷെ അതൊരു ലോങ് പ്രോസസ് ആയതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ക്രാമേഴ്സ് റൂളിനെ ജനറലി പഠിച്ചു കഴിഞ്ഞാൽ അത് തന്നെ അപ്ലൈ ചെയ്യാം. ഇനി പരീക്ഷയ്ക്ക് നിങ്ങൾ ക്രാമേഴ്സ് റൂൾ തന്നെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ എന്ത് ചെയ്യണം? എഴുതി ചെയ്യണം. ഓക്കെ. സോ ഈ 3 ഇക്വേഷൻസും ഇനി സിംപ്ലിഫൈ ചെയ്ത് ക്രാമേഴ്സ് റൂൾ എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാനാണ് അടുത്ത ക്ലിപ്പിൽ നമുക്ക് പോകാം.
ഓക്കെ, നമ്മൾ നേരത്തെ KVL ഉപയോഗിച്ച് ആ തന്നിരിക്കുന്ന നെറ്റ്വർക്കിന്റെ ഇക്വേഷൻസ് എടുത്തിരിക്കും. ആ ഇക്വേഷൻ സിംപ്ലിഫൈഡ് ഫോം ആണ് ഈ 1, 2, 3 എന്ന് പറഞ്ഞ് നമ്മൾ കറസ്പോണ്ടിങ് എഴുതിയിരിക്കുന്നത്. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ക്രാമേഴ്സ് റൂൾ ആണ്. അപ്പൊ ക്രാമേഴ്സ് റൂൾ എന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ മെട്രിക്സ് രൂപത്തിലാക്കി ആ മെട്രിക്സ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അറിഞ്ഞുകൂടാതെ അൺനോൺ വേരിയബിൾസ് ആയ I1, I2, I3 എന്ന് കണ്ടുപിടിക്കുന്നു. അപ്പൊ I1 എന്ന് പറഞ്ഞാൽ Δ1 ബൈ ഡെൽറ്റ, I2 എന്ന് പറഞ്ഞാൽ Δ2 ബൈ ഡെൽറ്റ, I3 എന്ന് പറഞ്ഞാൽ Δ3 ബൈ ഡെൽറ്റ. ഈ Δ1ഉം Δ2ഉം Δ3ഉം ഡെൽറ്റ എന്താണെന്ന് അറിയണം മുന്നേ നമുക്ക് എങ്ങനെയാണ് മെട്രിക്സ് രൂപത്തിലാക്കുന്നത് നോക്കാം. ഓക്കെ, ഇതാണ് ഇക്വേഷൻസ്. സോ ഈ ഇക്വേഷൻസിന്റെ ഈക്വൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു കോൺസ്റ്റൻസ് മാത്രം കാണുന്നതാണ് നമ്മൾ എന്ത് ഒരു മെട്രിക്സ് ആയിട്ട് എടുക്കുന്നത്. ബാക്കി ഇപ്പുറ സൈഡിലെ മെട്രിക്സ് എങ്ങനെ എടുക്കുന്നു, അതിന് മുന്നേ എങ്ങനെ നമുക്കത് ഒരു മെട്രിക്സ് രൂപത്തിലാക്കാം എന്നറിയുന്നത് ഓംസ് ലോ എന്ന് നമ്മൾ ഇക്വേഷൻ നോക്കിയാൽ V is equal to I into R, V is equal to I into R എന്നാണ് ഇക്വേഷൻ. നമ്മളത് മെട്രിക്സ് ആക്കി എഴുതുമ്പോഴത്തേക്ക് മെട്രിക്സ് V is equal to മെട്രിക്സ് R into മെട്രിക്സ് I എന്ന് എഴുതുള്ളൂ. കാരണം മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എഴുതാൻ സാധിക്കത്തുള്ളൂ. കാരണം R എന്ന മെട്രിക്സ് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്, M by M ആണ്. I എന്ന മെട്രിക്സ് ഒരു കോളം മെട്രിക്സ് ആണ്, അത് M by 1 ആണ്. രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പിന്നെ ഒരു M by 1 ഓർഡർ ഒരു മെട്രിക്സ് കിട്ടും, അതൊരു കോളം മെട്രിക്സ് ആണ്. ഇനി ഇതെങ്ങനെയാണ് മെട്രിക്സ് എഴുതാന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അത് V മെട്രിക്സ് എന്ന് പറയുന്നത് ഈ കോൺസ്റ്റൻസ് അതുപോലെ എടുത്തങ്ങ് താഴെ എഴുതി കഴിഞ്ഞാൽ ഇത് V മെട്രിക്സ് ആണ്. അത് 50, 0, 20 ഈക്വൽ ടു R മെട്രിക്സ് എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിലെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, ഇല്ലാത്ത വേരിയബിൾസിന്റെ അവിടെ ഞാൻ 0 ആഡ് ചെയ്തിട്ടുണ്ട്. അത് I1, I2 ആദ്യത്തെ ഇക്വേഷൻ ഉണ്ട്, I3. രണ്ടാമത്തെ ലൈനില് I1, I2, I3 മൂന്ന് വേരിയബിൾസ് ഉണ്ട്. മൂന്നാമത്തെ ഇക്വേഷനിൽ I1ന്റെ വേരിയബിൾ ഇല്ല, അതുകൊണ്ട് വേറെ ഞാൻ 0 എന്നിട്ടു, ബാക്കി I2, I3 ഒരു ഫോർമാറ്റിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോ ആദ്യത്തെ റോയിൽ കാണുന്ന ഇക്വേഷന്റെ കോഎഫിഷ്യൻസ്, ന്യൂമറിക്കൽ കോഎഫിഷ്യൻ, അതായത് 6 - 2 എന്നിവ അല്ലെങ്കിൽ 0 എന്നിവ എന്ത് ചെയ്യുക, ആദ്യത്തെ റോയിൽ എടുത്ത് എഴുതാം. 6 - 2 0. രണ്ടാമത്തെ റോയിൽ കാണുന്ന കോഎഫിഷ്യൻസ് അതുപോലെ എടുത്ത് എന്ത് ചെയ്യുക, -2, 5, 2 എടുത്ത് എഴുതുക. സൈൻ ശ്രദ്ധിച്ചോളാം. മൂന്നാമത്തെ റോയിൽ കാണുന്നു അതുപോലെ എന്ത് ചെയ്യുക, 0, 2, 3 എന്നിവ. അപ്പൊ എന്ത് മെട്രിക്സ് ആയി, R മെട്രിക്സ് ആയി. ഇനി അടുത്ത മെട്രിക്സ് പറയുന്നത് കറണ്ട് ആണ്. കറണ്ട് എന്ന് പറയുന്നത് I1, I2, I3 എന്നിവ മൂന്ന് അൺനോൺ വേരിയബിൾസ്, അതെന്ത് ചെയ്യുക, കോളം മെട്രിക്സ് ആയിട്ട് എഴുതുക. തിരിച്ച് ഗുണിച്ച് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ തന്നെ കിട്ടും. ഓക്കെ, ഇനി ഈ മെട്രിക്സ് എഴുതി കഴിഞ്ഞാൽ ഈ മെട്രിക്സിന്റെ ഓരോ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നതാണ് Δ1, Δ2, Δ3 പിന്നെ ഡെൽറ്റ. സോ ആദ്യം നമുക്ക് ഡെൽറ്റ നോക്കാം. എന്താണ് ഡെൽറ്റ? ഡെൽറ്റ എന്ന് പറയുന്നത് മെട്രിക്സ് ആറിന്റെ ഡിറ്റർമിനന്റ് ആണ്. സോ ഡെൽറ്റ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ്, ഡിറ്റർമിനന്റ് അറിയാലോ, സിംഗിൾ വരെ നമ്മൾ എടുക്കത്തുള്ളൂ. ഡിറ്റർമിനന്റ് ഓഫ് ഈ മെട്രിക്സ് 6 - 2 0 - 2 5 2 0 2 3. ഇനി എന്താണ് Δ1? Δ1 എന്ന് പറയുന്നത് ഈ ഡെൽറ്റ എന്ന മെട്രിക്സിന്റെ ആദ്യത്തെ കോളം എലിമിനേറ്റ് ചെയ്തിട്ട് അതെടുത്ത് മാറ്റി V എന്ന മെട്രിക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് Δ1. അതാണ് ഞാൻ ചുവപ്പ് വശിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പൊ Δ2 എന്തായിരിക്കും, ഈ ഡെൽറ്റ എന്ന മെട്രിക്സിന്റെ രണ്ടാമത്തെ കോളം എടുത്തു മാറ്റി V എന്ന മെട്രിക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് Δ2. ബാക്കിയെല്ലാം ഡെൽറ്റയിൽ കാണുന്ന അതേ, അതായത് ഈ R എന്ന മെട്രിക്സ് കാണുന്ന അതേ കോളം തന്നെ എഴുതാം. Δ3 എന്ന് പറയുമ്പോഴത്തേക്ക് മൂന്നാമത്തെ കോളം, ഡെൽറ്റയിൽ കാണുന്ന മൂന്നാമത്തെ കോളം നമ്മൾ എടുത്ത് മാറ്റി ഈ V എന്ന മെട്രിക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് ഈ മൂന്നിന്റെ എന്ത് ചെയ്യുക, ഡിറ്റർമിനന്റ് ഓരോന്നായിട്ട് കണ്ടുപിടിക്കുക. ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചതിന് ശേഷം ആ കിട്ടുന്ന വാല്യൂസ് നമ്മൾ ഈ ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്നിന്റെയും ഉത്തരം കിട്ടും. ഇതാണ് ക്രാമേഴ്സ് റൂൾ വെച്ച് സോൾവ് ചെയ്യുന്ന മെത്തേഡ്. ഇനി ഡെൽറ്റ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്ന രീതി ഞാൻ പറഞ്ഞു. ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ്, ഇത് 3/3 മെട്രിക്സ് ആണ്. സോ ഫസ്റ്റ് റോയിൽ ആദ്യത്തെ എലമെന്റ് ആയ 6 ഇൻറ്റു ആ സെലക്ട് ചെയ്ത എലമെന്റ് റോയും കോളവും ക്യാൻസൽ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു സബ് മെട്രിക്സ് ആണ്. സോ അത് 5 2 3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം 5 × 3 5 × 3 15 മൈനസ് 2 × 2 4. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്തത് 6 മാർക്ക്, നമ്മൾ ഈ സെലക്ഷൻ മാറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇടുന്ന സൈൻ നമ്മൾ മൈനസ് ആയിരിക്കും. നെക്സ്റ്റ് ഇടുന്ന സൈൻ മൈനസ് ആയിരിക്കും.
മൈനസ് നെക്സ്റ്റ് ഫസ്റ്റ് റോയിൽ എലമെന്റ് എടുക്കുക. ഫസ്റ്റ് റോയിൽ സെക്കൻഡ് എലമെന്റ് എടുക്കുക. അത് എന്തായിരിക്കും? -2 ആയിരിക്കും. സോ -2 ഇൻറ്റു എഗെയിൻ ആ -2 ഇരിക്കുന്ന ആദ്യത്തെ റോയും -2 ഇരിക്കുന്ന കോളവും നമ്മൾ എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്യും. അപ്പൊ ബാക്കി എന്ത് വരും? -2 2 0 3. അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ -2 ഇൻറ്റു 3 -2 ഇൻറ്റു 3 -2 ഇൻറ്റു 3 മൈനസ് 2 ഇൻറ്റു 0 2 ഇൻറ്റു 0. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. അടുത്തത് ആ ഫസ്റ്റ് റോയിൽ മൂന്നാമത്തെ എലമെന്റ് 0 സെലക്ട് ചെയ്യും. 0. സോ എഗെയിൻ പ്ലസ് ഇടണം. അപ്പൊ ആദ്യം പോസിറ്റീവ് ആയിരുന്നു, പിന്നെ നെഗറ്റീവ് ആയി, പിന്നെ പ്ലസ് ആയി. +0 ഇൻറ്റു ഈ 0 ഇരിക്കുന്ന ആദ്യത്തെ റോയും ആ മൂന്നാമത്തെ കോളം അങ്ങനെ എലിമിനേറ്റ് ചെയ്യും. എലിമിനേറ്റ് ചെയ്യുമ്പോൾ -2 5 0 2 വരും. സോ -2 ഇൻറ്റു 2 -2 ഇൻറ്റു 2 ഓക്കെ -5 ഇൻറ്റു 0 -5 ഇൻറ്റു 0. ഓക്കെ, ഇത്രയാണ് ഡിറ്റർമിനന്റ് ഇക്വേഷൻ. ഇത് എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്താൽ മതി. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 15 - 4 എന്ന് പറയുന്നത് 11. സോ 6 ഇൻറ്റു 11 -2 ഇൻറ്റു 3 -6 -2 ഇൻറ്റു 0 0 ആണ്. നമുക്ക് അത് എഴുതേണ്ട ആവശ്യമില്ല. പ്ലസ് ഈ 0 ഹോൾ ടേം എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ അത് എഴുതണ്ട. 6 ഇൻറ്റു 11 6. അപ്പൊ 6 ഇൻറ്റു 11 66 കിട്ടും. -2 ഇൻറ്റു -6 12 ആണ്. പ്ലസ് 0 നമ്മൾ എലിമിനേറ്റ് ചെയ്തു. സോ അഗൈൻ 66 - 12 4 54. സോ ഇതാണ് ഡെൽറ്റ. സോ ഇതുപോലെ ഡെൽറ്റ 1 എന്ന് വിളിക്കാം, ഡെൽറ്റ 2 എന്ന് വിളിക്കാം, ഡെൽറ്റ 3 എന്ന് വിളിക്കാം. ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് ആ ഉത്തരം എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു ക്യാൻ ഫൈൻഡ് I1 I2 I3 മൂന്ന് ഉത്തരം കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്രിച്ചോസ് വോൾട്ടേജ് ലോ എങ്ങനെയാണ് നമ്മൾ നോക്കി. ക്രിച്ചോസ് വോൾട്ടേജ് ലോ എന്ന നിയമം അതെന്താണെന്നും അതെങ്ങനെയാണ് നെറ്റ്വർക്കിൽ അപ്ലൈ ചെയ്യണമെന്നും അതിൽ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആക്കാൻ നമ്മൾ നോക്കിയായിരുന്നു. ഇനി അടുത്ത് ക്രിച്ചോസ് കറന്റ് ലോ ആണ്. ക്രിച്ചോസ് കറന്റ് ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നെറ്റ്വർക്കിൽ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചസ് എല്ലാം മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ജംഗ്ഷൻ അല്ലെങ്കിൽ നോഡ് എന്ന് വിളിക്കും. ആ മീറ്റ് ചെയ്യുന്ന ജംഗ്ഷനിൽ ഉണ്ടാകുന്ന ബ്രാഞ്ചസിൽ ചില ബ്രാഞ്ചിലൂടെ കറണ്ട് അകത്തോട്ട് കയറി വരാം, ചില ബ്രാഞ്ചിൻ്റെ കറണ്ട് പുറത്തോട്ട് ഇറങ്ങിപ്പോകും. അപ്പോൾ കയറി വന്ന ബ്രാഞ്ചിലെ കറണ്ടിൻ്റെ സമ്മും ഇറങ്ങിപ്പോകുന്ന ബ്രാഞ്ചിലെ കറണ്ടിൻ്റെ സമ്മും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും എന്തായിരിക്കണം? തുല്യമായിരിക്കണം. ഇതാണ് ക്രിച്ചോസ് കറന്റ് ലോ. ഓക്കെ, അപ്പോൾ ക്രിച്ചോസ് കറന്റ് ലോ ഉപയോഗിച്ച് തന്നിരുന്ന നെറ്റ്വർക്കിൽ എങ്ങനെയാണ് അത് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആക്കുന്നത്, എഗെയിൻ നേരത്തെ സ്റ്റെപ്പ് പോലെ തന്നെ അത് കഴിഞ്ഞ് എങ്ങനെ സോൾവ് ചെയ്യുന്നു, ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, KCL ഇൻട്രോ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് KCL അപ്ലൈ ചെയ്യുന്നത്, അതിന്റെ നിയമം എന്താണ്. സോ ഒരു ജംഗ്ഷൻ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്താണ് ജംഗ്ഷൻ? അതായത് ഒരു നെറ്റ്വർക്ക് എടുത്തു കഴിഞ്ഞാൽ ആ നെറ്റ്വർക്കിൽ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചസ് ഒന്ന് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജംഗ്ഷൻ അല്ലെങ്കിൽ നോഡ് എന്ന് റിപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചസ് ഒന്ന് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് എടുത്തു. ആ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ചില ബ്രാഞ്ചുകൾ കറണ്ട് ആ നോഡിലേക്ക് വരികയും ചില ബ്രാഞ്ചിലെ കറണ്ട് ആ നോഡിൽ നിന്ന് പുറത്തോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. സോ നമ്മൾ പറയുന്നത് KCL അനുസരിച്ച് എന്താ പറയുന്നത്? The algebraic sum of the current entering the node, the algebraic sum of the current entering the node must be equal to the algebraic sum of the current leaving the node. എന്തുമാത്രം കറണ്ട് ആണോ ഒരു നോഡിലേക്ക് എത്തിച്ചേരുന്നത് അത്രയും എമൗണ്ട് ഓഫ് കറണ്ട് എന്ത് ചെയ്യും? ആ നോഡ് വിട്ട് പോവുകയും ചെയ്യും. ഇതാണ് ക്രിച്ചോഫ്സ് കറന്റ് ലോ പറയുന്നത്. സോ ഈ നിയമം അനുസരിച്ച് നമ്മൾ ഈ നോഡിൽ എന്ത് ചെയ്യും? ഈ നെറ്റ്വർക്കിൽ അപ്ലൈ ചെയ്യും. ആ നെറ്റ്വർക്കിൽ അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും? മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യും. മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്തതിനു ശേഷം നമ്മൾ ക്രാമർസ് റൂൾ ഉപയോഗിച്ച് സോൾവ് ചെയ്യും. ഇതാണ് ഒരു സ്റ്റെപ്പ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ് ഈ നെറ്റ്വർക്കിൽ ഈ പറഞ്ഞ KCL അപ്ലൈ ചെയ്യുന്നത്? സോ ആദ്യം നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു നെറ്റ്വർക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ എത്ര നോഡ് ഉണ്ടെന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കും. സോ ഇതില് 2 1 2 3 4 നോഡ് ഉണ്ട്. സോ ഈ 3 ബ്രാഞ്ച് ഒന്ന് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഈ 3 ബ്രാഞ്ച് ഒന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഉണ്ട്, അതുപോലെ തന്നെ താഴെയും അതുപോലെ ബ്രാഞ്ച് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഉണ്ട്. സോ ആദ്യം ചെയ്യേണ്ടത് ഈ നെറ്റ്വർക്കിന്റെ എല്ലാ പാർട്ടുകളും താഴെ ജോയിൻ ചെയ്യുന്ന ഭാഗം ഗ്രൗണ്ട് ചെയ്യുക, എർത്ത് ചെയ്യുക. അപ്പോ അവിടുത്തെ പൊട്ടൻഷ്യൽ ഈ രണ്ട് നോഡിലെയും പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താവും? 0 ആവും. 0 പൊട്ടൻഷ്യൽ. സോ 0 പൊട്ടൻഷ്യൽ ആയി കഴിഞ്ഞാൽ
ബാക്കി രണ്ട് നോഡിലും വോൾട്ടേജ് നമ്മൾ ഹൈ ആണെന്ന് അസ്യൂം ചെയ്യും. സോ ഇത് നോഡ് എയുടെ വോൾട്ടേജ്, നോഡ് എ ബി എ റെപ്രസെന്റ് ചെയ്തു, ബി 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 എ ബി ബി വേറൊന്നുമല്ല, എ എന്ന നോഡിലെ വോൾട്ടേജ് ബി എ, ബി എന്ന നോഡിലെ വോൾട്ടേജ് ബി ബി. ഞാൻ എ ബി എന്നതിന് പകരം ബി എ ബി ബി ഡയറക്റ്റ് എഴുതുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഓരോ നോഡ്, അതായത് എ എന്ന നോഡും ബി എന്ന നോഡാണ് നമ്മൾ ഇനി മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. എ എന്ന നോഡ് എടുത്തിട്ട് ആ നോഡും ആ ബ്രാഞ്ച് മാത്രം എടുത്ത് പ്രത്യേകം വരച്ച് അതെന്ത് ചെയ്യാം, നമ്മൾ ഇക്വേഷൻസ് ഇടാൻ വേണ്ടി പോവാം. ഓക്കെ, നമ്മളിപ്പോ എന്തൊക്കെ ചെയ്തു, നോഡ് ഏതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു, താഴത്തെ നോഡ് നമ്മൾ എന്ത് ചെയ്തു, ഗ്രൗണ്ട് ചെയ്തു. അപ്പൊ ആ രണ്ട് നോഡ് സീറോ പൊട്ടൻഷ്യൽ ആയിരിക്കും. ബാക്കി രണ്ട് നോഡ് നമ്മൾ മുകളിൽ നോഡിന് ബി എന്നും ബി ബി എന്നും പേര് കൊടുത്തു. ഇനി അടുത്തത് കറന്റ് ഡയറക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യാം. നോഡ് വോൾട്ടേജ് അസ്യൂം ചെയ്തു, അടുത്തത് കറന്റ് ഡയറക്ഷൻ അസ്യൂം ചെയ്യാം. സോ കറന്റ് ഡയറക്ഷൻ അസ്യൂം ചെയ്യേണ്ടത് നോഡ് എ എന്ന പോയിന്റ് എല്ലാ കറണ്ടും പുറത്തോട്ട് പോകുന്നതായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യാം. I1, I2, I3. നോഡ് ബി എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുക, കറണ്ട് എല്ലാം പുറത്തോട്ട് പോലെ അസ്യൂം ചെയ്യുക. I4, I5, I6. ഓക്കെ, ഇങ്ങനെ കറന്റ് ഡയറക്ഷൻ നമ്മൾ അസ്യൂം ചെയ്ത് കഴിയും. ഇനി എന്ത് ചെയ്യണം, ഇക്വേഷൻസ് ഓരോന്നിട്ട് എടുത്ത് തരണം. അതിനാദ്യം ചെയ്യേണ്ടത് നോഡ് എ ആദ്യം കൺസിഡർ ചെയ്യണം. നോഡ് എ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ആ നോഡിൽ നിന്നും അടുത്ത നോഡ് വരെ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ബ്രാഞ്ചസും വരയ്ക്കും. ഈ നോഡിന് ഈ നോഡ് വരെ കണക്ട് ചെയ്യുന്ന ഈ ബ്രാഞ്ച്, ഈ നോഡിൽ നിന്നും ഈ നോഡിലേക്ക് കണക്ട് ചെയ്യുന്ന ബ്രാഞ്ച്, ഈ നോഡിൽ നിന്നും ഈ നോഡ് വരെ കണക്ട് ചെയ്യുന്ന ബ്രാഞ്ച്. വി എ വി ബി 50 വോൾട്ട്, 4 ohm, 2 ohm, 1 ohm. കറന്റ് ഡയറക്ഷൻസ് അതുപോലെ തന്നെ മാർക്ക് ചെയ്യാം. ഇത് I1, I2, I3. സി ഇനി എന്ത് ചെയ്യാം, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, അപ്ലൈ KCL at each node. ഓരോ നോഡിലും KCL അപ്ലൈ. നമ്മൾ ഈ നോഡിൽ KCL അപ്ലൈ ചെയ്യുമ്പോൾ KCL എന്താ പറയുന്നത്, the algebraic sum of the current entering the junction or entering the node must be equal to the algebraic sum of the current leaving the node. ഈ നോഡിൽ ഒരു കറണ്ടും എൻ്റർ ചെയ്യുന്നില്ല. നമ്മളെല്ലാം അസ്യൂം ചെയ്യുന്നത് ആ നോഡിൽ നിന്ന് കറണ്ട് എല്ലാം പുറത്തോട്ട് പോകുന്നതായിട്ടാണ്. ഇനി എന്തുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് കറണ്ട് എല്ലാം പുറത്തോട്ട് പോകുന്നതായിട്ട് അസ്യൂം ചെയ്തു, അല്ലെങ്കിൽ തിരിച്ചെല്ലാം അകത്തോട്ട് പോകുന്നതായിട്ട് അസ്യൂം ചെയ്തു ചോദ്യമുണ്ട്. എന്ത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ താഴത്തെ നോഡ്, ഈ താഴത്തെ നോഡെല്ലാം സീറോ പൊട്ടൻഷ്യൽ ആക്കിയിട്ട് മുകളിലത്തെ നോഡിലെ വോൾട്ടേജ് താഴത്തെ നോഡിലെ വോൾട്ടേജിനെ കാട്ടി കൂടുതലാണെന്ന് അസ്യൂം ചെയ്യും. ഒബ്വിയസ്ലി സീറോ പൊട്ടൻഷ്യലിനെ കാട്ടി കൂടുതലാണെന്ന് അസ്യൂം ചെയ്യും. അപ്പൊ കറണ്ട് എപ്പോഴും കൂടിയ പൊട്ടൻഷ്യലിൽ നിന്നും താഴോട്ട്, കൂടിയ പൊട്ടൻഷ്യലിൽ നിന്ന് കുറഞ്ഞ പൊട്ടൻഷ്യലിലേക്ക് കറണ്ട് പോകുന്നത്. ആ അസംപ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇത് വരച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ കേസിൽ അനുസരിച്ച് ആൽജിബ്രൈക് സം ഓഫ് ദ കറന്റ് എൻറ്ററിംഗ് ദ ജംഗ്ഷൻ 0 ആണ്. അപ്പോ 0 ഈക്വൽ ടു ആൽജിബ്രൈക് സം ഓഫ് ദ കറന്റ് ലീവിംഗ് ദ ജംഗ്ഷൻ നമ്മൾ I1 plus I2 plus I3. ഇനി I1, I2, I3 എന്താണെന്ന് കണ്ടുപിടിക്കുന്നത്. സോ I1 എന്ന് പറയുമ്പോൾ ഈ ബ്രാഞ്ചിലെ കറണ്ടാണ്. നമുക്കറിയാം വോൾട്ടേജ് ഈസ് ഈക്വൽ ടു കറന്റ് റെസിസ്റ്റൻസ് ആണ്, ഓംസ് ലോ. സോ കറന്റ് ഈസ് ഈക്വൽ എന്തായിരിക്കും, വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. ഈ എക്സ്പ്രഷൻ നമ്മൾ ഈ ഓരോ ബ്രാഞ്ചിനും കണ്ടുപിടിക്കും. സോ I1 എന്ന കറണ്ട്, I1 ഈസ് ഈക്വൽ ടു എവിടെ നിന്നാണ് പോകുന്ന കറണ്ട്, ഹൈ വോൾട്ടേജിൽ നിന്നും ലോ വോൾട്ടേജിലേക്കാണ്. സോ ഇവിടെ നിന്ന് കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കുന്ന വോൾട്ടേജിന്റെ പൊളാരിറ്റി നോക്കണം. വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ പൊളാരിറ്റി നോക്കണം. പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ഈ കറണ്ട് ഇവിടെ ലീവ് ചെയ്യുന്ന സൈൻ എന്താണോ അത് വേണം എടുക്കാം. സോ VA -50 എന്ന് വരും. VA -50 വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എന്ന ബ്രാഞ്ചിലെ 4. സിമിലർലി I2 എന്ന ബ്രാഞ്ച്, ഈ ബ്രാഞ്ചിലെ കറണ്ട് എടുക്കുമ്പോൾ ഹൈ വോൾട്ടേജ് -0 വോൾട്ടേജ്, VA -0 ഡിവൈഡ് ബൈ അവിടുത്തെ റെസിസ്റ്റൻസ് 2 ohm. I3 എഴുതുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടല്ലേ കറണ്ട് പോകുന്നത്. സോ ഹൈ വോൾട്ടേജ് ആണ്, ലോ വോൾട്ടേജ് ആണ്. VA VB ഡിവൈഡ് ബൈ 1 ohm. ഇതാണ് ഇക്വേഷൻ. സോ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0 ഈസ് ഈക്വൽ ടു VA -50/4 പ്ലസ്
VA/2 ഞാൻ ഈ 0 എടുത്ത് മാറ്റി ആൻഡ് പ്ലസ് I3 എന്ന് പറയുന്നത് VA മൈനസ് VB ഡിവൈഡ് ബൈ 1. ഇതാണ് ഫസ്റ്റ് എക്സ്പ്രഷൻ. അടുത്ത നമുക്ക് എന്ത് ചെയ്യാം? നോഡ് ബി ഇക്വേഷൻ. നോഡ് ബി ഇതുപോലെ നമ്മൾ പ്രത്യേകം എടുത്ത് വരയ്ക്കുക. നോഡ് ബി വരയ്ക്കുമ്പോഴത്തേക്ക് ആ നോഡിൽ നിന്നും തൊട്ടടുത്ത നോഡ് വരെ കണക്ട് ചെയ്തിരിക്കുന്ന ബ്രാഞ്ചസ് മാത്രം വരച്ചാൽ മതി. 1 ohm, 20 volt, 20 volt, 2 ohm, 20 volt. ഇനി അതിൽ അസ്യൂം ചെയ്യുന്ന കറന്റ് ഡയറക്ഷൻസ് നമ്മൾ വിട്ടുപോലും അത് അതുപോലെ തന്നെ മാർക്ക് ചെയ്യുക. ഇത് I4, ഇത് I5, ഇത് I6. ഓക്കെ, ഇനി നോഡ് ബിയിൽ ഇക്വേഷൻ എഴുതുകയാണ്. നോഡ് ബിയിൽ കറണ്ട് ഒന്നും പുറത്തോട്ട് പോകാൻ, കറണ്ട് ഒന്നും അകത്തോട്ടില്ല, നമ്മളെല്ലാം പുറത്തോട്ട് പോകാൻ അസ്യൂം ചെയ്തേക്കുന്നത്. സോ KCL അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ആൽജിബ്രിക് സം ഓഫ് ദ കറന്റ് എൻട്രിങ് ദ നോഡ് എന്ന് പറയുന്നത് 0 ആണ്. ഈക്വൽ ടു ആൽജിബ്രിക് സം ഓഫ് ദ കറന്റ് ലീവിംഗ് ദ ജംഗ്ഷൻ എന്ന് പറയുന്നത് I4 പ്ലസ് I5 പ്ലസ് I6 ആണ്. സോ I4 എന്ന് പറയുന്നത് ഈ എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ എഴുതി പോലെ അത് ഓർമ്മ I4 എന്ന് പറയുന്നത് അവിടുത്തെ വോൾട്ടേജ് ഡിഫറൻസ് എവിടെ നിന്നാണ് പോകുന്നത്? ഇപ്പൊ VB യിൽ നിന്ന് VA യിലോട്ടാണ് പോകുന്നത്. കാരണം രണ്ടാമത് നോഡ് എടുക്കുമ്പോൾ VB പ്രാധാന്യം കൊടുക്കുക, ഒന്നാമത് നോഡ് എടുക്കുമ്പോഴത്തേക്ക് VA പ്രാധാന്യം കൊടുക്കുക. കാരണം I3 അങ്ങോട്ട് ഫ്ലോ ചെയ്യാൻ നമ്മൾ അസ്യൂം ചെയ്ത്, രണ്ടാമത് നോഡിൽ I4 ഇങ്ങോട്ട് ഫ്ലോ ചെയ്യാൻ അസ്യൂം ചെയ്ത്. സോ പ്രാധാന്യം എടുക്കുമ്പോഴത്തേക്ക് VB മൈനസ് VA ഡിവൈഡഡ് ബൈ 1 ohm അതാണ് I4. I5 എന്ന് പറയുമ്പോഴത്തേക്ക് VB 0 പൊട്ടൻഷ്യൽ ആണ് ഈ നോഡ്. സോ VB മൈനസ് 0 divided by 2 ohm. I6 എന്ന് പറയുമ്പോഴത്തേക്ക് VB ഇവിടെ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. സോ വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ ആ വോൾട്ടേജ് സോഴ്സിന്റെ പൊളാരിറ്റി നോക്കുക, ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആണ് എങ്കിൽ നമ്മൾ അസ്യൂം ചെയ്ത ഈ കറണ്ട് ഇപ്പോൾ ഈ ഡയറക്ഷൻ ഫ്ലോ ചെയ്യുമ്പോൾ ഏത് സൈഡിൽ ലീവ് ചെയ്യുന്ന സൈഡിലെ സൈഡിൽ നോക്കുക, ആ വോൾട്ടേജ് സോഴ്സിനെ ലീവ് ചെയ്യുന്ന സൈഡിലെ സൈഡിൽ നോക്കുക, നെഗറ്റീവ് ആയിരിക്കും. സോ VB മൈനസ് 20 എന്ന് വരും ഡിവൈഡ് ബൈ 1 ohm. സപ്പോസ് ഈ വോൾട്ടേജ് സോഴ്സ് തിരിഞ്ഞാണ് ഇടുന്നതെങ്കിൽ മൈനസ് പ്ലസ് ആയിട്ടാണ് ഇടുന്നതെങ്കിൽ ഇപ്പോൾ ഈ കറണ്ട് ലീവ് ചെയ്യുന്ന സൈഡിലെ സൈൻ പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് VB പ്ലസ് 20 ആക്കും. അത്രേ ഉള്ളൂ ഡിഫറൻസ്. ഓക്കെ, ഇനി ഇതെടുത്ത് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് 0 ഈസ് ഈക്വൽ ടു VB മൈനസ് VA ഡിവൈഡ് ബൈ 1 പ്ലസ് VB ബൈ 2 പ്ലസ് VB മൈനസ് 20 ബൈ 1. ഇതാണ് നമുക്ക് കിട്ടുന്ന രണ്ടാമത്തെ ഇക്വേഷൻ. ഇവിടെ രണ്ട് നോഡുകൾ നമ്മൾ നേരത്തെ കുറച്ച് അതേ നെറ്റ്വർക്ക് തന്നെയാണ്. നേരത്തെ 3 ഇക്വേഷൻ ആണെങ്കിൽ ഇവിടെ ഇപ്പോൾ 2 ഇക്വേഷനുകൾ. പക്ഷെ ഇവിടെ കണ്ടുപിടിക്കുന്നത് എന്താണ്? നമ്മൾ വോൾട്ടേജ് ആണല്ലോ. അപ്പൊ രണ്ട് അൺനോൺ വോൾട്ടേജ് ഉണ്ട് ഈ രണ്ട് നോഡില് വോൾട്ടേജ്. ആ വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്കൊന്ന് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ക്രാമേഴ്സ് റൂൾ തന്നെ ഉപയോഗിക്കാം. ഓക്കെ, ഈ 3 മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. സി എഗെയിൻ ഞാൻ ക്രാമേഴ്സ് റൂൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് പറയാൻ പോവാം. ഓക്കെ, KCL ഉപയോഗിച്ച് നമ്മൾ തൊട്ട് മുന്നത്തെ നെറ്റ്വർക്കിൽ എങ്ങനെയാണ് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യണം നമ്മൾ കണ്ടുപിടിച്ചു. ആ ഡിറൈവ് ചെയ്ത ഇക്വേഷൻസ് സിംപ്ലിഫൈ ചെയ്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇക്വേഷൻ 1 ഇക്വേഷൻ 2. ഇനി ഈ സിംപ്ലിഫൈഡ് ഇക്വേഷൻ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുന്ന വെച്ചാൽ VAയും VBയും കണ്ടുപിടിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. കാരണം ഒരു സിമ്പിൾ ഇക്വേഷൻ ആണിത്. അല്ലാതെ നമുക്ക് ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കും. ക്രാമേഴ്സ് റൂൾ പഠിക്കേണ്ട ഒരു വിഷയം നിങ്ങൾക്ക് ആയതുകൊണ്ട് നിങ്ങളുടെ സിലബസിന്റെ ഭാഗമായതുകൊണ്ട് ഞാൻ അതിന്റെ പറഞ്ഞു പോവുകയാണ്. സോ അഗെയിൻ എങ്ങനെയാണ് ക്രാമേഴ്സ് റൂൾ? നേരത്തെ പറഞ്ഞത് നമ്മൾ മെട്രിക്സിന്റെ മെത്തേഡ് ഉപയോഗിച്ചാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പൊ തന്നിരിക്കുന്ന ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? മെട്രിക്സ് ആക്കി മാറ്റണം. അപ്പൊ ഇവിടെ നമ്മൾ മെട്രിക്സ് ആക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇക്വേഷൻ നമ്മൾ KCL അപ്ലൈ ചെയ്ത് I is equal to V/R എന്ന ഫോർമാറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ അതേ ഫോർമാറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഉപയോഗിക്കണം. സോ മെട്രിക്സ് I is equal to മെട്രിക്സ് 1/R into V. സോ എന്താണ് 1/R? 1/R എന്ന് വെച്ചാൽ കണ്ടക്ടൻസ് ആണ്. സോ 1/R is equal to G ഞാൻ റിപ്രസെന്റ് ചെയ്യാണ്.
ഇനി വരുമ്പോഴത്തേക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഇവിടേക്കും അതില്ല. അപ്പൊ I is equal to G into V എന്ന് ഞാൻ പറയാം. I is equal to G into V. So again I എന്ന് പറയുന്നത് എന്താണ്? ഒരു m/1 മെട്രിക്സ് ആണ്. G എന്ന് പറയുന്നത് ഒരു m/m മെട്രിക്സ് ആണ്. V എന്ന് പറയുന്നത് ഒരു m/1 മെട്രിക്സ് ആണ്. സോ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻസ് ഏതാണ് I, ഏതാണ് G, ഏതാണ് V? I എന്ന് പറയുന്നത് ഈ ഈക്വൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന 50-40 അത് അതുപോലെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ അതാണ് മെട്രിക്സ് I. ആൻഡ് 1/r G എന്ന് പറയുന്ന കണ്ടൻസ് മെട്രിക്സ് പറയുന്നത് ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻസിന്റെ കോഎഫിഷ്യൻസ് എന്ത് ചെയ്യുക, എടുത്തെഴുതുക. ഇപ്പൊ കോഎഫിഷ്യൻസ് 7 -4 ആൻഡ് -2 5. ഫസ്റ്റ് റോയില് കോഎഫിഷ്യൻസ് ഫസ്റ്റ് റോയിൽ തന്നെ എഴുതുക, സെക്കൻഡ് റോയിലെ കോഎഫിഷ്യൻസ് സെക്കൻഡ് റോയിൽ തന്നെ എഴുതുക. ആൻഡ് m/1 V എന്ന് പറയുന്നത് VA VB അൺനോൺ മെട്രിക്സ്. അപ്പൊ മെട്രിക്സ് നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പൊ ഇതാണ് I, ഇതാണ് G, ഇതാണ് V എന്ന് പറഞ്ഞ മെട്രിക്സ്. ഇനി എങ്ങനെയാണ് VA VB കണ്ടുപിടിക്കുക? ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ച് നമ്മൾ നേരത്തെ അതേ ഇക്വേഷൻ തന്നെയാണ്. VA എന്ന് പറയുന്നത് Δ1/Δ ആൻഡ് VB എന്ന് പറയുന്നത് Δ2/Δ. സോ ഡെൽറ്റ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് ദ കണ്ടക്ടൻസ് മെട്രിക്സ്. ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് അതാണ് ഡെൽറ്റ. സോ ഡിറ്റർമിനന്റ് ഓഫ് 7 -4 -2 5. ആൻഡ് Δ1 എന്ന് പറയുന്നത് ഈ മെട്രിക്സിന്റെ ആദ്യത്തെ കോളം നമ്മൾ 50-40 അതായത് I എന്ന മെട്രിക്സ് റീപ്ലേസ് ചെയ്യാം, എന്നിട്ട് ബാക്കി അതുപോലെ എഴുതാം, എന്നിട്ട് അത് ഡിറ്റർമിനന്റ് വിളിക്കാം. എഗെയിൻ Δ2 എന്ന് പറയുന്നത് രണ്ടാമത്തെ കോളം I എന്ന മെട്രിക്സ് വെച്ച് റീപ്ലേസ് ചെയ്യാം, ബാക്കി അതുപോലെ തന്നെ എഴുതാം, അതിന് ഡിറ്റർമിനന്റ് വിളിക്കാം. എന്നിട്ട് ഇതിന്റെ മൂന്നിന്റെ വാല്യൂസ് കണ്ടുപിടിച്ചതിന് ശേഷം ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് VA and VB. ഇത്രയാണ് നമുക്കിത് KCLലും KVLലും പഠിക്കാനുള്ളത്. എങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻസ് രൂപാന്തരപ്പെടുത്തേണ്ടതെന്നും ആ രൂപാന്തരപ്പെടുത്തിയ ഇക്വേഷൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നാണ് ഇത്രയും നമുക്ക് പഠിക്കാനുള്ളത്. ഈ സെഷനിൽ ഇത്രയും കവർ ചെയ്തിട്ടുണ്ട്.